എന്താ മുഖത്തൊരു കരിവാളിപ്പ് കണ്ണിന് ചുറ്റുമൊക്കെ? കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ഉറക്കൊന്നും ഇല്ല ഡോക്ടറെ. മോളെ കാര്യം തന്നെ ഒക്കെ ഇങ്ങനെ കല്യാണാലോചനക്ക് വന്നോണ്ടിരിക്കുന്നുണ്ട്, ശരിയാവണുണ്ട്. പക്ഷെ കുട്ടി അങ്ങോട്ട് കല്യാണത്തിനോട് സമ്മതിക്കില്ല. ഒക്കെ എന്തൊക്കെ ഇപ്പോഴത്തെ കൊറേ ന്യൂസൊക്കെ ഇല്ലേ. ഓള് ചോദിക്ക, ഇമ്മ എന്തിനാ പിന്നെ ഇത്ര ഗതിയായിട്ട് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചനെ, നിർബന്ധിച്ചായിട്ട് നിങ്ങൾ എന്റെ മയ്യത്ത് കാണാനാണോ? കല്യാണത്തിന് എന്തായാലും നല്ല അന്വേഷണം നടത്തിയിട്ടൊക്കെ അല്ലേ നടത്തുള്ളൂ കല്യാണം. മോളോട് പറഞ്ഞില്ലേ? അന്വേഷണം ഇപ്പൊ ഏത് രക്ഷിതാക്കളായാലും നല്ല നടത്തും. ഇനിയിപ്പൊ ഈ മരിച്ച കുട്ടീന്റെ ആയാലും ഓലും നല്ല നടത്തിണ്ടാവും. ചക്കൊന്നല്ലല്ലോ ചൂട് നോക്കാന്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം നമ്മൾ അന്വേഷിക്കുക, എന്തൊക്കെയാ അന്വേഷിക്കുക? ചെക്കൻ്റെ പിന്നെ ജോലി, ശമ്പളം, വീട്, കുടുംബം, പിന്നെ ചെക്കൻ്റെ എന്തെങ്കിലും ദുസ്വഭാവം ഉണ്ടോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പഴയ എന്തെങ്കിലും സൗഹാർദ്ദമോ അല്ലെങ്കിൽ പ്രേമോ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ അല്ലേ അന്വേഷിക്കുക. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ പുറത്തൊക്കെ പോയി പഠിക്കും, പുറത്ത് പോയി ജോലി ചെയ്യും. അവിടെ നിന്ന് നമുക്ക് അന്വേഷിച്ചാലൊന്നും ഒന്നും കിട്ടാൻ പോണില്ല. ഇവിടെ നിന്ന് പോയതുപോലെ ആയിരിക്കില്ല അവിടെ ജീവിക്കുന്നത്. അതൊക്കെ തന്നെ ഇപ്പൊ പെൺകുട്ടിയൊക്കെ പേടിയും. കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനോട് ഡയറക്റ്റ് സംസാരിക്കാം. ഇനിയിപ്പോൾ അവൻ്റെ മാതാപിതാക്കളും ഉണ്ടായിക്കോട്ടെ. അവിടെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നിനക്ക് തോന്നുകയാണ് എൻ്റെ മോൾക്ക് ഭംഗി പോരാ, കളറ് പോരാ, അവളുടെ സ്വഭാവം മോശമാണ്, അവൾക്ക് ദേഷ്യം കൂടുതലാണ്, അവൾക്ക് പാചകം അറിയില്ല, നിനക്ക് അങ്ങനെ ഒരു കമ്മിയോ കുറവോ തോന്നുമ്പോൾ ഞങ്ങളെ വിളിക്കുക. ഞങ്ങളെ വീട്ടിൻ്റെ വാതിൽ ഞങ്ങളെ മോൾക്കും വേണ്ടി ഞങ്ങൾ അടക്കൂല, അതെപ്പോഴും തുറന്നിരിക്കും. മാനസികമായ ശാരീരികമായ ഒരു വിധത്തിലും നീ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് തുറന്ന സദസ്സിൽ പറയണം. പക്ഷെ എൻ്റെ ഈ പെൺകുട്ടിയോട് ഇപ്പം എങ്ങനെ അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കലേ? നിങ്ങൾ മാതാപിതാക്കളും രക്ഷിതാക്കളും ഇതുപോലൊരു സദസ്സിലിരുത്തിയിട്ട് മകളോട് പറഞ്ഞു കൊടുക്കാം, മകളെ നല്ല രീതിയിൽ അന്വേഷിച്ച് നിന്നെ കല്യാണം കഴിപ്പിക്കാൻ പോവുകയാണ്, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് നിനക്ക് അവിടെ നിന്ന് തോന്നി, അതിനെ പറഞ്ഞിട്ട് റെഡ് ഫ്ലാഗ് എന്നാണ്. എന്തെങ്കിലും ഒരു റെഡ് ഫ്ലാഗ് നിനക്ക് തോന്നുകയാണെങ്കിൽ, ടോക്സിക് ആണ് ആ അന്തരീക്ഷം, അത് ശരിയാവില്ല, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒന്നും മടിക്കരുത്, എല്ലാം തുറന്നു പറയണം. വേറൊരു പോസിറ്റീവ് പോയിന്റ് ഉണ്ട്. നിങ്ങളെ മോൾക്ക് പഠിപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് ഒരു ജോലി ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു സ്വന്തം വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ പാകത്തിൽ നിങ്ങൾ കുട്ടീനെ ആക്കി തീർത്തിട്ടുണ്ട്. അതായത് അവൾ ഒരാളെ അടിമയായിട്ടല്ല ആ വീട്ടിലേക്ക് പോണത്, അവളുടെ സ്വന്തം വ്യക്തിത്വത്താലാണ് പോണത്. നമ്മൾ ആ അഭിമാനം വ്യക്തിത്വം എവിടെ ആയാലും ആരുടെ മുമ്പിലായാലും മുറുകെ പിടിക്കണം. ഇപ്പളെ എനിക്കൊരു സമാധാനായേ. ഇപ്പൊ മോളോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും ചെയ്യാം. മനസ്സിലാക്കും ചെയ്യും. ഡോക്ടർ പറഞ്ഞ അതിനോട് പഠിച്ച കുട്ടി തന്നെയാണല്ലോ. ഇപ്പൊ എന്റെ ഉറക്കൊക്കെ ഒന്ന് ശരിയായിക്കോളൂ.